നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ ശരിക്കും ജീവിക്കുകയാണോ അതോ ജീവിക്കുന്നതായി അഭിനയിക്കുന്ന വെറും യന്ത്രങ്ങളാണോ എന്ന്. നമ്മളെല്ലാം കണ്ണുകൾ തുറന്നിരിക്കുന്നു, ശ്വസിക്കുന്നു, ജോലി ചെയ്യുന്നു എന്ന് കരുതി നമ്മൾ ഉണർന്നിരിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സൂഫി ജ്ഞാനിയായ നജ്റാനിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഗുരു, ഏകദേശം സത്യം എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളതെന്ന്. നജ്റാനി പുഞ്ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി നമ്മുടെ കണ്ണു തുറപ്പിക്കും. അതുതാ, ഇത് മിക്കവാറും ഒരു വൃത്തമാണെന്ന് പറയുന്നതിന് തുല്യമാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പകുതി മാത്രം വരച്ച വട്ടത്തെ നമുക്ക് വൃത്തമെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് വെറുമൊരു വളഞ്ഞ വര മാത്രമാണ്. വൃത്തമെന്നാൽ അതിന് പൂർണ്ണതയുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ബോധവും മനസ്സിലാക്കലുകളും. ഒന്നുകിൽ നമ്മൾ പൂർണ്ണമായി ഉണർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആഴമേറിയ ഉറക്കത്തിലാണുള്ളത്. ഇതിനിടയിൽ ഏകദേശം മനസ്സിലായി, മിക്കവാറും എനിക്കറിയാമെന്ന കള്ളക്കളിക്ക് ഒരു സ്ഥാനവുമില്ല. പകുതി സത്യമെന്നാൽ അത് പൂർണ്ണമായ കളവാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, പണിക്ക് പോകുന്നു, തിരികെ വരുന്നു, ഉറങ്ങുന്നു. നമ്മളെ ഒരു റോബോട്ടാക്കി മാറ്റിയ ഈ യാന്ത്രികമായ ഉറക്കം എന്താണെന്നും, വെള്ളം 100 ഡിഗ്രിയിൽ തിളച്ച് പെട്ടെന്ന് ആവിയാകുന്നത് പോലെ നമുക്കുള്ളിൽ എങ്ങനെയാണ് ബോധത്തിൻ്റെ ഒരു ചാട്ടം സംഭവിക്കുക എന്നതാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഏറ്റവും പ്രിയമുള്ളവരെ, സത്യത്തെയും സ്വന്തം ആത്മാവിനെയും അന്വേഷിക്കുന്ന വഴിയിൽ എന്നെ കേൾക്കുന്ന ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദിവ്യബോധ ചിന്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിലേക്കൊരു തീർത്ഥയാത്ര നടത്തുകയാണ്. അത് ആത്മീയമായ വലിയൊരു സാഹസിക യാത്രയാണ്. ഇന്നത്തെ ചിന്തകൾ ഞാനുൾപ്പെടെ നമ്മൾ ഓരോരുത്തരും നമുക്കുള്ളിലേക്ക് തന്നെ നോക്കി മനസ്സിലാക്കേണ്ട ചില പരമാർത്ഥങ്ങളെ കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കടമകൾ തീർക്കുന്നു, രാത്രി കിടന്നുറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെയൊരു നിശ്ചിത ക്രമത്തിൽ ജീവിച്ചു തീർക്കുന്നത് കൊണ്ട് മാത്രം നമ്മളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യരായി കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ലെന്നാണ് സൂഫി ജ്ഞാനികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജന്മമെടുക്കുമ്പോൾ നമ്മളൊരു പൂർണ്ണ മനുഷ്യനാകുന്നില്ല. മറിച്ചവിടെ മനുഷ്യനാകാനുള്ള ഒരു സാധ്യത മാത്രമാണ് നമ്മൾ. അതൊരു വിത്ത് മാത്രമാണ്. ഒരു വിത്തിനുള്ളിൽ ഭാവിയിൽ വലിയൊരു വൃക്ഷമാകാനുള്ള എല്ലാ ശക്തിയും ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ ആ വിത്ത് വെറുതെ ഒരു പാത്രത്തിലിരുന്നാൽ ഒരിക്കലും അത് മരമാകില്ല. മറിച്ചത് മണ്ണിൽ വീണ് അലിഞ്ഞ് തകിടം മറിഞ്ഞ് വളരേണ്ടതുണ്ട്. നമ്മൾ ഈ കാണുന്ന ജന്മം എന്നതൊരിക്കലും ജീവിതമല്ല. വളരുവാനും ഉള്ളിലെ ദൈവികതയെ കണ്ടെത്തുവാനുമുള്ള ഒരു വലിയ അവസരം മാത്രമാണ് നമുക്ക് ഈ ജന്മത്തിലൂടെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഈ മണ്ണിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണനായ ഒരു മനുഷ്യനായി എന്ന് കരുതുന്നവൻ ഒരു മൂഢ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെയാണ് സൂഫി വഴിയിലെ വലിയൊരു ആത്മീയ ഗുരുവായിരുന്ന നജ്റാനിയുടെ അതീവ സുന്ദരവും വിപ്ലവകരവുമായ ഒരു വചനം പ്രസക്തമാകുന്നത്. ഒരിക്കൽ നജ്റാനി ഒരു വലിയ സത്യം പ്രഖ്യാപിച്ചു. എനിക്ക് മിക്കവാറും മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങൾ സംസാരിക്കുന്നത് വെറും അസംബന്ധമാണെന്ന്. കേൾക്കാൻ നല്ല രസമുള്ള, എന്നാൽ ചിന്തയെ ഉണർത്തുന്ന ഈ വാക്ക് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആത്മീയ അന്വേഷകന് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായി. അവൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ഈ മിക്കവാറും മനസ്സിലായി എന്ന് പറയുന്നത് അസംബന്ധമാകുന്നത്? സാധാരണക്കാരനായ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഇതിനൊരു ഉദാഹരണം തരാൻ അങ്ങേക്ക് കഴിയുമോ? അപ്പോൾ നജ്റാനി പുഞ്ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടിയാണ് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും പറയാം.
അദ്ദേഹം റാ പോലെ വളഞ്ഞ ഒരു വരയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അത് ദാ ഇതിനെ മിക്കവാറും ഒരു വൃത്തമാണെന്ന് പറയുന്നതിന് തുല്യമാണെന്ന്. എന്തുകൊണ്ടാണ് നജ്റാനി അങ്ങനെ പറഞ്ഞത്? ഗണിതശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഈ വരയ്ക്ക് ഏകദേശം ഒരു 359 ഡിഗ്രി ഉണ്ടെന്ന് കരുതാം. അത് പൂർണ്ണ വൃത്തമായി മാറാൻ ആകെ 1 ഡിഗ്രിയുടെ കുറവേ ഉള്ളൂ. എങ്കിലും അതിനെ വൃത്തം എന്ന് വിളിക്കാൻ പറ്റില്ല. അത് വെറുമൊരു വളഞ്ഞ വര മാത്രമാണ്. അത് വൃത്തമാകണമെങ്കിൽ അവിടെ ആ 360 ഡിഗ്രിയും പൂർണ്ണമാകണം. ഒന്നുകിൽ അതൊരു വൃത്തമാണ്, അല്ലെങ്കിൽ അതൊരു വൃത്തമല്ല. ഇതിനിടയിൽ മിക്കവാറും വൃത്തം എന്നൊരു അവസ്ഥയേ ഇല്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതുപോലെയാണ് നമുക്കുള്ളിലെ ബോധവും. നമ്മൾ ഒരു മിക്കവാറും വൃത്തം പോലെയാണ് ജീവിക്കുന്നത്. നമ്മൾ പറയും, ഞാനൊരു 80% ആത്മീയവാദിയാണ്, ഞാനൊരു 50% ബോധവാനാണ്, ഞാൻ കുറേയൊക്കെ ധ്യാനിക്കുന്നുണ്ടെന്ന്. നമ്മൾ സ്വയം വിചാരിക്കും നമ്മൾ പ്രബുദ്ധതയുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞുവെന്ന്. എന്നാൽ സൂഫിസം പറയുന്നത് ഉള്ളിലൊരു 1% പോലും അഹങ്കാരമോ കപടതയോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും പൂർണ്ണമായ ഉറക്കത്തിലാണെന്നാണ്. ഒന്നുകിൽ നമ്മൾ ഉണർന്നവനാണ്, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലാണ്. ഇതിനിടയിൽ ഒരവസ്ഥയില്ല. നമ്മുടെ വീട്ടിലെ മുൻവാതിൽ പാതിമുക്കാലും ചാരിയിട്ടു എന്ന് വിചാരിക്കുക. നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ മിക്കവാറും വാതിൽ അടച്ചു എന്ന്? ഇത് പറഞ്ഞ് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ ഒരു വിടവിലൂടെ ഒരു കള്ളന് വേണമെങ്കിൽ അകത്ത് കയറാം, അല്ലേ? ഇവിടെ വാതിൽ ഒന്നുകിൽ അടച്ചിരിക്കണം, അല്ലെങ്കിൽ തുറന്നിരിക്കണം. വെള്ളം തിളയ്ക്കുന്നതും ഇതുപോലെയാണ്. 99 ഡിഗ്രി ആയാലും വെള്ളം തന്നെയാണ്. ആ 100ാമത്തെ ഡിഗ്രിയിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു കോണ്ടം ചാട്ടമുണ്ട്. അപ്പോഴാണ് വെള്ളം ആവിയായി മാറുകയുള്ളൂ. ആത്മീയതയും അങ്ങനെയൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന ഒരു വിസ്ഫോടനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ മിക്കവാറും ആത്മീയ പാതയിലാണെന്ന് പറഞ്ഞ് സ്വന്തം മനസ്സിനെ പറ്റിച്ച് ആരും കപടമായ ഒരു സുരക്ഷിതത്വത്തിൽ ജീവിക്കരുത്. ആ 1% കപടതയുടെ വിടവ് പോലും നമ്മെ യാന്ത്രിക വ്യാധിയിൽ തളച്ചിടും. ഒന്നുകിൽ പൂർണ്ണമായി ഉണരുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഉറക്കത്തിലാണെന്ന തിരിച്ചറിവോടെ യാത്ര തുടരുക. ഞാൻ ഉറക്കത്തിലാണുള്ളത്, ഓരോ നിമിഷവും അതീവ ജാഗ്രതയിലാണുള്ളത്. ഇല്ലെങ്കിൽ പകുതി വഴിയിൽ വൃത്തമാണെന്ന് വിചാരിച്ച് വഞ്ചിതനാകാൻ സാധ്യതയേറെയാണ്. ഒന്നുകിൽ നമുക്കൊരു സത്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്, അതായത് നമ്മൾ പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അതായത് നമ്മൾ ഉറക്കത്തിലാണ്. ഇതിനിടയിൽ എനിക്ക് ഏകദേശം മനസ്സിലായി, മിക്കവാറും മനസ്സിലായി എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ലെന്നേ. പകുതി സത്യമെന്നാൽ അത് സത്യത്തിൻ്റെ പകുതിയല്ല, അത് പൂർണ്ണമായ കളവാണ്. എന്നാൽ നമ്മളൊക്കെ എപ്പോഴും ജീവിക്കുന്നത് ഈ ഏകദേശം എനിക്കറിയാമെന്ന കപട വിശ്വാസങ്ങളിലുമാണ്. ഈ അഹന്തയാണ് നമുക്കുള്ളിലെ ഇരുട്ടിന് കാരണം. സൂഫികൾ പറയുന്ന മറ്റൊരു പ്രധാന തത്വം എന്നത്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ വെറുമൊരു യന്ത്രം മാത്രമാണെന്നാണ്. സ്വയം പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാവ, ഒരു റോബോട്ട്. ആ യന്ത്രം തനിക്ക് ബോധമുണ്ട്, തനിക്കെല്ലാം അറിയാമെന്ന് സ്വയം വിശ്വസിപ്പിച്ച് സ്വന്തത്തോട് തന്നെ കള്ളം പറയുകയാണ്. നമുക്കുള്ളിൽ ഭാവിയിൽ ഉണ്ടാകേണ്ട ആത്മീയ ഉണർച്ച നമ്മൾ ഇപ്പോഴേ നേടിക്കഴിഞ്ഞു എന്ന് തെറ്റായി വിചാരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഒരേ ഒരു പാപം. ഇതിനെയാണ് സൂഫികൾ ആദിമ പാപം എന്ന് വിളിക്കുന്നത്. കാരണം നമുക്ക് നമ്മൾ രോഗിയാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഒരു ഡോക്ടറെ കാണാൻ പോകുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ കയ്പുള്ള മരുന്ന് കുടിക്കുകയുള്ളൂ, വേദന സഹിച്ച് ഓപ്പറേഷന് തയ്യാറാവുകയുള്ളൂ. എന്നാൽ രോഗമുള്ള ഒരാൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് സ്വയം വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ അവനൊരിക്കലും ചികിത്സ തേടുകയില്ല. സ്നേഹമുള്ളവരെ, ഭീരുക്കളായ മനുഷ്യർ എപ്പോഴും തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നടിച്ചുകൊണ്ടിരിക്കും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മാറ്റങ്ങളെയും സത്യത്തെയും അത്യന്തം ഭയപ്പെടുകയാണ്. ഈ സത്യം തിരിച്ചറിയുമ്പോൾ നമ്മളിലൊരു വെല്ലുവിളി ഉയരും. ഞാനൊരു പൂർണ്ണ മനുഷ്യനായിട്ടില്ലെന്നും ഞാനൊരു യന്ത്രത്തെ പോലെ ഉറക്കത്തിലാണെന്നറിയുമ്പോൾ പേടിയുള്ളവൻ്റെ ശ്വാസം അവിടെ നിലയ്ക്കും, ഹൃദയമിടിപ്പ് ഇല്ലാതാവും.
അവൻ കണ്ണും കാതും പൂട്ടി ഒരു കല്ലുപോലെ ഭദ്രനായി മാറി നിൽക്കും. ഈ വെല്ലുവിളി അവനൊരു ശത്രുവിനെ പോലെ തോന്നും. എന്നാൽ നിർഭയനായ ധീരനായ ഒരു മനുഷ്യന് ഇതൊരു വലിയ ആവേശമായിരിക്കും. ഇതൊരു വലിയ സാഹസിക യാത്രയുടെ തുടക്കമായിരിക്കും. അവൻ ആ വിളി കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് അന്വേഷിക്കുവാനും ചലിക്കുവാനും ആരംഭിക്കും. ഒഴുകുന്ന നദികളെ പോലെ യാത്ര തുടരുന്ന നമ്മൾ ഒരു നാൾ ആ പരമാനന്ദത്തിൻ്റെ സമുദ്രത്തിൽ ചെന്നു ചേരും. കെട്ടിക്കിടക്കുന്നവൻ പൊട്ടക്കിണറായി ജീർണിച്ചും പോകും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ കണ്ടെത്തിയ ആ വലിയ സത്യം നമുക്കുള്ളിൽ ഒരു ചോദ്യം അവശേഷിപ്പിച്ചിട്ടുണ്ടാവാം. നമ്മളൊരു പൂർണ്ണ മനുഷ്യനായിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്? നമ്മെ നിയന്ത്രിക്കുന്ന ആ അദൃശ്യ ശക്തി എന്താണ്? ഇനി നമ്മൾ പരിശോധിക്കുന്നത് നമ്മെ വിഴുങ്ങിയിരിക്കുന്ന ആ വലിയ ആത്മീയ മരവിപ്പിനെ കുറിച്ചാണ്. ആധുനിക ചിന്തകനായ ലെവിസ് യബ്ലോൺസ്കി മനുഷ്യൻ്റെ ഈ പ്രത്യേക അവസ്ഥയെ വിളിക്കാൻ ഒരു വാക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ റോബോപാത്തോളജി അഥവാ യാന്ത്രിക വ്യാധി എന്നാണ് വിളിക്കുന്നത്. ഈ രോഗം ബാധിച്ച ഒരാളെ അദ്ദേഹം റോബോപാത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മളൊരു യാന്ത്രിക രോഗിയായി മാറുമ്പോൾ നമ്മൾ തികച്ചും ആവർത്തിക്കപ്പെടുന്ന യാതൊരു പുതുമയുമില്ലാത്ത ഒരു ജീവിതമായിരിക്കും നയിക്കുക. നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ സാഹസികതകളുമില്ലാതെ വെറുതെ നമ്മുടെ ജീവിതത്തെ ഒരു ഭാരമെന്നോണം വലിച്ചു കൊണ്ടുപോകുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ജോലിക്ക് പോകും, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരും, നമ്മൾ പങ്കാളിയെയും കുട്ടികളെയും സംരക്ഷിക്കും. ഇങ്ങനെ 1001 കാര്യങ്ങൾ നമ്മൾ ദിവസേന ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മൾ തികച്ചും മാന്യനും കാര്യക്ഷമതയുള്ളവനുമായി തോന്നാം. എന്നാൽ നമ്മിൽ എവിടെയെങ്കിലും യഥാർത്ഥ ചൈതന്യമുണ്ടോ? നമ്മിൽ നമുക്കൊരു ജീവന്റെ സ്പന്ദനം കാണാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞവനായ ഒരുവനെ പോലെയാണ് നമ്മൾ സത്യത്തിൽ ജീവിക്കുന്നത്. കടമകളുടെ ആവർത്തനം മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതം. സൂഫികൾ ഈ അവസ്ഥയെ അമനുഷ്യത്വം അഥവാ നോൺ ഹ്യൂമൻ സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മനുഷ്യത്വമുള്ളവനുമല്ല, മനുഷ്യത്വമില്ലാത്തവനുമല്ല. നമ്മൾ വെറുമൊരു വസ്തുവാണ്, ഒരു റോബോട്ടാണ്. ഈ റോബോപാത്തോളജിയുടെ മൂർത്തമായ ഒന്നാമത്തെ ലക്ഷണം എന്നത് നിദ്രാവസ്ഥയാണ്. നമ്മൾ നടക്കുന്നുണ്ട്, പക്ഷെ ഉറക്കത്തിലാണ്. നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മളങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ ഉറക്കത്തിലാണെന്ന് മാത്രം. ഒന്ന് നമ്മെ സ്വയം നിരീക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലക്രമേണ ആ കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ട ഒരാവശ്യവും നമ്മുടെ മനസ്സിനില്ലാതാവും. ബോധമില്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും അവിടെ. അപ്പോൾ പിന്നെ നമ്മൾ ഉണർന്നിരിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മൾ ആദ്യമായി കാർ ഓടിക്കാൻ തുടങ്ങുന്ന നാളുകളിൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ നമ്മൾ അവിടെ പൂർണ്ണമായും ഉണർന്നിരുന്നേ മതിയാകും. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ നമുക്ക് അത്രയധികം ബുദ്ധിമുട്ട് തോന്നുന്നത്. അതിൻ്റെ കാരണം പുതിയതൊന്ന് അഭ്യസിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പതിവ് നിദ്രയിൽ നിന്ന് ഒരല്പമെങ്കിലും പുറത്തേക്ക് വന്നേ മതിയാകും. എന്നാൽ ഒരിക്കൽ കാർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യം ഒട്ടും തന്നെയില്ല. അപ്പോൾ പിന്നെ നമുക്ക് അരികിലിരിക്കുന്ന ആളോട് സംസാരിക്കാം, പാട്ട് കേൾക്കാം, വണ്ടി തനിയെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരം ഒരു യന്ത്രമായി മാറിയ ആ പ്രവൃത്തിയെ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മളവിടെ ബോധപൂർവം യാതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും അധികം വിരസത നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ഈ നിദ്രയുടെ തന്നെ ഭാഗമായ രണ്ടാമത്തെ ലക്ഷണത്തിലേക്ക് വരാം. അതാണ് സ്വപ്നം കാണൽ. നമുക്കറിയാം, നമ്മൾ തുടർച്ചയായി സ്വപ്നങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നതെന്ന്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ മാത്രമല്ല, പകൽ വെളിച്ചത്തിൽ നടക്കുമ്പോൾ പോലും നമ്മൾ ദിവ്യ സ്വപ്നങ്ങളിലും മനോരാജ്യങ്ങളിലുമാണ് മുഴുകിയിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വപ്നം കാണുകയാണ്. അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ്. പകൽ സമയത്ത് സൂര്യവെളിച്ചമുള്ളതിനാൽ അവ അദൃശ്യമായി തീരുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ രാത്രിയാകുമ്പോൾ, സൂര്യൻ മറയുമ്പോൾ ആ നക്ഷത്രങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടും.
അവ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. അവ അവിടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു, സൂര്യപ്രകാശം മറയുവാൻ വേണ്ടി. ഇതുപോലെയാണ് നമ്മുടെ സ്വപ്നങ്ങളും. നമ്മൾ ദൈനംദിന ജീവിതത്തിൻ്റെ 1001 കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അവ അവബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കണ്ണുകളിൽ നിദ്ര നിറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നമ്മെ തന്നെ മാറ്റണമെങ്കിൽ ഈ ഉറക്കത്തിൽ നിന്നും ഈ സ്വപ്നങ്ങളിൽ നിന്നും ഉണർന്നേ മതിയാകും. ഇനി നമുക്ക് നമ്മെ കൂടുതൽ വിരസതയിലേക്ക് തള്ളിവിടുന്ന റോബോപാത്തോളജിയുടെ 3ാമത്തെ ലക്ഷണത്തെ അഭിമുഖീകരിക്കാം. അതാണ് ആചാരനിഷ്ഠ. നമ്മളൊരു റോബോപാത്തായി മാറുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വെറും ആചാരങ്ങളാക്കി മാറ്റും. നമ്മൾ ഒരിക്കലും ഒന്നും തന്നെ നമ്മുടെ ഹൃദയത്തിലൂടെ ചെയ്യാതാവും. നമ്മളൊരാളോട് ഹലോ എന്ന് പറയുമ്പോൾ പോലും അതിൽ നമ്മുടെ ഹൃദയമുണ്ടാകാറില്ല. നമ്മളുടെ പങ്കാളിയെ ചുംബിക്കുമ്പോഴോ ഒരു സുഹൃത്തിനെ കെട്ടിപ്പിടിക്കുമ്പോഴോ അത് വെറും പൊള്ളയായ ഒരു ആംഗ്യത്തിൻ്റെ ആവർത്തനം മാത്രമായി മാറാറുണ്ട്. നമ്മുടെ ശരീരങ്ങൾ തമ്മിൽ സ്പർശിക്കുന്നുണ്ടാകാം, എന്നാൽ നമ്മൾ എപ്പോഴും ദൂരെ എവിടെയോ ആയിരിക്കും, നമ്മളവിടെ ഉണ്ടായിരിക്കില്ല. ഒരാചാരം അതിൻ്റെ സഹജ സ്വഭാവം കൊണ്ട് തന്നെ സൃഷ്ടിപരമല്ലാത്തതാണ്. ആചാരനിഷ്ഠയുള്ള ഒരാൾക്ക് ഒരിക്കലും സഹജമായി പെരുമാറുവാനും സാധിക്കുകയില്ല. സഹജമായിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ജാഗരൂകരായിരിക്കേണ്ടി വരും. നമ്മൾ ജാഗ്രതയുള്ളവരല്ലെങ്കിൽ നമുക്കൊരിക്കലും സഹജമായി ജീവിക്കാൻ കഴിയില്ല. നമ്മൾ വെറുമൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണോ സർഗാത്മകത നമ്മിൽ ഉണരുന്നത്, ആ നിമിഷങ്ങൾ ശരിക്കും ആത്മീയ ആനന്ദത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും. സൃഷ്ടിപരമായ ഒരു മനുഷ്യൻ എപ്പോഴും സന്തോഷവാനായിരിക്കും, അല്ലാത്തവൻ ദുഃഖിതനുമായിരിക്കും. ഇവിടെ നമ്മൾ ജീവിതം ജീവിക്കുന്നതിന് പകരം അതിനെ ഒരു ആചാരമാക്കി മാറ്റുകയാണ്. പ്രാർത്ഥനയെപ്പോലും നമ്മളൊരു യാന്ത്രിക ചടങ്ങാക്കും. നമ്മൾ ദൈവത്തിലോ പ്രാർത്ഥനയിലോ അല്ല താല്പര്യപ്പെടുന്നത്, മറിച്ച് ചടങ്ങുകളിലാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. നമ്മളൊരു യാന്ത്രിക രോഗിയായി ജീവിക്കുമ്പോൾ ഒരിക്കലും വർത്തമാനകാലത്തിലായിരിക്കില്ല. ഒന്നുകിൽ നമ്മൾ ഭൂതകാലത്തിനോട് ആഭിമുഖ്യമുള്ളവനായിരിക്കും, അല്ലെങ്കിൽ ഭാവിയോട് ആഭിമുഖ്യമുള്ളവനായിരിക്കും. ഭൂതകാലം നമുക്ക് വലിയ ആശ്വാസമൊക്കെ നൽകും, കാരണം അത് അവസാനിച്ചു കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് ഇനി പ്രശ്നമൊന്നുമില്ല. ഭാവിയോടൊപ്പം നമുക്ക് പ്രതികരിക്കുവാനും നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വപ്നം കാണുവാനും കഴിയും. എന്നാൽ വർത്തമാനകാലം നമുക്ക് വലിയ അസ്വസ്ഥതയെ ഉണ്ടാക്കും, കാരണം അത് യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ വർത്തമാനത്തെ നേരിടാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഭൂതത്തിലേക്കോ ഭാവിയിലേക്കോ മുഖം തിരിച്ചു നിൽക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് നൽകപ്പെട്ട ആശയങ്ങളെയാണ് നമ്മൾ ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് മാറിപ്പോയിട്ടും നമ്മൾ നമ്മളുടെ പഴയ ശാഠ്യങ്ങളിൽ തന്നെയല്ലേ ഉറച്ചു നിൽക്കുന്നത്. മനസ്സെപ്പോഴും ഓർമ്മയിലോ ഭാവനയിലോ ആണ് ജീവിക്കുന്നത്. എന്നാൽ സജീവനാകാനുള്ള ഒരേ ഒരു വഴി വർത്തമാനത്തിൽ, ഇപ്പോൾ, ഇവിടെ ആകുക മാത്രമാണ്. ഇതുമാത്രമാണ് നമുക്കുള്ള ഒരേ ഒരു നിമിഷം. ഇതുമാത്രമാണ് നമുക്കുള്ള ഒരേ ഒരിടം. യാഥാർത്ഥ്യം ഇപ്പോൾ ഇവിടെ മാത്രമാണ്. സത്യത്തിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി എപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ ഭാഗമാകാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറുകയാണ്. ജനക്കൂട്ടം എന്തിനെയെല്ലാമാണോ മൂല്യം കൽപ്പിക്കുന്നത്, നമ്മൾ അതിനെ കണ്ണടച്ച് പിന്തുടരും. നമ്മളൊരു ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ നമുക്കെല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഉപേക്ഷിക്കുവാൻ വളരെ എളുപ്പമാണ്. ഒരാൾക്കൂട്ടം വന്ന് ഒരു അമ്പലമോ പള്ളിയോ കത്തിക്കുമ്പോൾ നമ്മൾ അതിൽ വ്യക്തിപരമായ ഉത്തരവാദിത്തം ഏൽക്കാറില്ല. വ്യക്തികൾ വളരെ അപൂർവമായി മാത്രമേ ഭ്രാന്തരാകാറുള്ളൂ. എന്നാൽ ജനക്കൂട്ടം അങ്ങനെയല്ല, അത് എപ്പോഴും ഭ്രാന്തിലാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്വഭാവം അനുസരിച്ച് തന്നെയാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രതിച്ഛായയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നമ്മെ നല്ലവനായിട്ടാണോ പുണ്യവാളനായിട്ടാണോ സമൂഹം കാണുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും.
സത്യത്തിൽ പൊതുജനാഭിപ്രായമാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്നൊഴിഞ്ഞു മാറി നമ്മുടെ മനസ്സിൽ വലിയ വലിയ ആദർശങ്ങൾ കൊണ്ടു നടക്കും. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന ആദർശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ കാണാറില്ല. ഈ ആദർശവാദമാണ് നമ്മെ കൂടുതൽ കഠിനഹൃദയരും അചേതനരുമാക്കി മാറ്റുന്നത്. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിവിടെ നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ഈ യാന്ത്രികതയിൽ നിന്ന് ഞാൻ പുറത്തു കടക്കേണ്ടതെന്നാണ്. നമ്മളെപ്പോഴും ഒരു പെർഫെക്ഷനിസ്റ്റ് ആകാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ നമ്മളെ തന്നെ കുറ്റമറ്റവനാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരിക്കലും സ്വാഭാവികനാകാൻ കഴിയില്ല. സ്വാഭാവികതയോടൊപ്പം തെറ്റുകളും വന്നു ചേരാം. നമ്മൾ തെറ്റുകൾ വരുത്താൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് വളരെ പരിമിതമായ തരത്തിലുള്ള ഒരു ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു യഥാർത്ഥ മനുഷ്യൻ പല തെറ്റുകളും വരുത്തും, എന്നാൽ അവൻ ഒരിക്കലും ഒരേ തെറ്റ് രണ്ടാമത് ആവർത്തിക്കുകയില്ല. അവൻ എപ്പോഴും പുതിയ പുതിയ സാഹസികതകൾക്ക് മുതിരും. നമ്മൾ നമ്മെ തന്നെ ജീവിത വിരോധിയാക്കി മാറ്റുന്ന എല്ലാ ആദർശങ്ങളെയും ഒഴിവാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ആഹ്ലാദത്തിനെതിരാണ്, അല്ലേ? ആഘോഷങ്ങളെ നമ്മൾ നിന്ദയോടെയാണ് നോക്കുന്നത്. ആരോടെങ്കിലും നമ്മൾ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ പോലും നമ്മൾ നമുക്കുള്ളിലെ വിദ്വേഷത്തെയും വെറുപ്പിനെയും അമർത്തി വെച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വികാരങ്ങളെ നമ്മൾ അടിച്ചമർത്തുമ്പോൾ കാലക്രമത്തിൽ നമ്മൾ ശത്രുതയുള്ളവരായി മാറും. നമ്മൾ നമ്മോട് തന്നെ അന്യനായിത്തീരും. നമ്മൾ മറ്റുള്ളവരെ മനുഷ്യരായി കാണാതെ വെറും വസ്തുക്കളായി കാണാൻ തുടങ്ങും. ഈ പ്രകൃതിയോടും മനുഷ്യരോടും സ്വരച്ചേർച്ചയില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. നമ്മളൊരു റോസാപുഷ്പത്തെയോ ഒരു കുയിലിൻ്റെ പാട്ടിനെയോ ഒരു കുട്ടിയുടെ പുഞ്ചിരിയെയോ അനുഭവിക്കാൻ മറന്നു പോകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമെന്നത് അറിവും തിരിച്ചറിവും രണ്ടാണെന്നുള്ളതാണ്. നമുക്ക് പുസ്തകങ്ങൾ വായിച്ച് അറിവ് കൂട്ടിവെക്കാൻ കഴിയും, കൂടുതൽ അറിയുന്നവനാകാൻ നമുക്ക് കഴിയും. എന്നാൽ യഥാർത്ഥ ജ്ഞാനം എന്നത് കൂട്ടിവെക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് നമുക്കുള്ളിൽ നടക്കുന്ന ഒരു സമൂലമായ പരിവർത്തനമാണ്. അജ്ഞതയിൽ എപ്പോഴും അറിവിനു വേണ്ടിയുള്ള ഒരു ദാഹമുണ്ട്, എന്നാൽ പ്രബുദ്ധതയിൽ അത്തരം യാതൊരുവിധ ദാഹവുമില്ല. അറിയുവാൻ യാതൊരു വഴിയുമില്ലെന്ന് പ്രബുദ്ധനായി തീർന്നവൻ അറിഞ്ഞു കഴിയും. ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അനാദിയാണ്. അതിനാൽ തന്നെ ഒന്നും തന്നെ പൂർണ്ണമായി അറിയാൻ നമുക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മിലെ അറിവിനായുള്ള ആഗ്രഹം അപ്രത്യക്ഷമാകും. ആ നിമിഷത്തിൽ നമ്മൾ നിഷ്കളങ്കനായിത്തീരും. നമുക്കുള്ളിലെ അജ്ഞതയപ്പോൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കും. നമ്മളപ്പോൾ അറിവിൽ നിന്നും അജ്ഞതയിൽ നിന്നും മുക്തനായി പൂർണ്ണമായ മൗനത്തിലും മഹാവിസ്മയത്തിലുമായിരിക്കും ജീവിക്കുക. അപ്പോഴാണ് നമ്മിൽ പൂർണ്ണമായ ബോധമുദിക്കുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നജ്റാനിയുടെ കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ഏകദേശം മനസ്സിലാക്കൽ എന്നത് ഒരിക്കലും സാധ്യമല്ല. ബോധപൂർവം അറിയുക എന്നത് പടിപടിയായി സംഭവിക്കുന്നതുമല്ല. അതൊരു മിന്നൽ പിണർ പോലെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അതെല്ലായ്പ്പോഴും പൂർണ്ണമാണ്. ഒന്നുകിൽ അതുണ്ട്, അല്ലെങ്കിൽ അതില്ല. നമ്മൾ യാന്ത്രിക രോഗത്തിൽ നിന്ന് പ്രബുദ്ധതയിലേക്ക് എത്തുന്നത് ഒരു ക്വാണ്ടം ചാട്ടത്തിലൂടെയാണ്. അതൊരു എടുത്തുചാട്ടമാണ്. നമ്മൾ വെള്ളം ചൂടാക്കുന്നത് പോലെയാണത്. 90 ഡിഗ്രിയിലും അത് വെള്ളം തന്നെയാണ്, 99 ഡിഗ്രിയിലും അത് വെള്ളം തന്നെയാണ്. ഇപ്പോഴത് കുറച്ചു വെള്ളവും ബാക്കി നീരാവിയാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതെപ്പോഴും അതേ വെള്ളം തന്നെയാണ്. എന്നാൽ 100 ഡിഗ്രിയിലെത്തുമ്പോൾ പെട്ടെന്നൊരു വലിയ ചാട്ടം അവിടെ സംഭവിക്കും. വെള്ളം ആവിയായിത്തീരും. അതൊരു ക്വാണ്ടം ചാട്ടമാണ്. അത് തുടർച്ചയില്ലാത്തതാണ്. ഒരു ഞൊടിയടിക്കുള്ളിൽ അത് വെള്ളമല്ലാതായി മാറിക്കഴിഞ്ഞു. അത് സംഭവിക്കുന്നത് ഒട്ടും തന്നെ സമയമെടുക്കാതെയാണ്. സമയമില്ലായ്മയിലാണ് അത് സംഭവിക്കുന്നത്. അത് പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ അത് ഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മളത് ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, പ്രബുദ്ധതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലെന്നോ കുറവെന്നോ ഉള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. ബുദ്ധനെയോ ക്രിസ്തുവിനെയോ ലാവോത്സുവിനെയോ തമ്മിൽ താരതമ്യം ചെയ്യാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. കാരണം അവരെല്ലാവരും പൂർണ്ണമായ വൃത്തങ്ങളാണ്.
അഹന്തകൾക്ക് കൂടുതലോ കുറവോ ആകാൻ കഴിയും, എന്നാൽ അഹന്തയില്ലായ്മയ്ക്ക് കൂടുതലോ കുറവോ ആകാൻ കഴിയില്ല. ഇല്ലായ്മകൾക്ക് കൂടുതലോ കുറവോ ആകാൻ കഴിയില്ലല്ലോ. നമ്മൾ ഈ മുറിയിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ അഭാവത്തിന് കൂടുതലെന്നോ കുറവെന്നോ പറയാൻ കഴിയില്ല. തയ്യാറെടുപ്പുകൾ സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ആ വലിയ തിരിച്ചറിവ് ഒരു മിന്നൽ പിണർ പോലെ പെട്ടെന്നുണ്ടാകുന്നതുമാണ്. നമ്മൾ നമുക്കുള്ളിലെ ഈ യാന്ത്രികവാദിയെ ഉപേക്ഷിച്ചുകൊണ്ട്, യാന്ത്രികതയുമായി താതാത്മ്യപ്പെടാതെ ഒരു സാക്ഷിയായിരുന്നു കൊണ്ട് ജാഗ്രതയിലും അവബോധത്തിലും വർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ യന്ത്രത്തിൽ നിന്നും പുറത്തു കടക്കും. വർത്തമാനത്തിൽ ഇപ്പോൾ ഇവിടെ ഉണർന്നിരിക്കുക. നമ്മുടെ ജീവിതം ഒരു പുതിയ ആഘോഷമായി മാറട്ടെ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.